ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ക്രിസ്മസ് ഹാമ്പർ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ക്രിസ്മസിന് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഹാമ്പറാണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ റെഡിയാക്കാൻ പറ്റും. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഗ്രോത്ത് വന്നത് എൻ്റെ ഒരു എൻഗേജ്മെൻറ്റ് ഹാമ്പർ മേക്കിംഗ് വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിപ്പോൾ ഓൾമോസ്റ്റ് 1 മില്യൺ വ്യൂസ് ആവാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് സപ്പോർട്ട് ചെയ്തതിന്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒട്ടും വയ്ക്കാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ ഹാമ്പർ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ബാസ്ക്കറ്റിലാണ്. അപ്പോൾ ഇത് 3 സൈസിൽ വരുന്നുണ്ട്. ഇത് സ്മോള്, പിന്നെ ഒന്ന് മീഡിയം, പിന്നെ ഒന്ന് ലാർജ്. ഇത് അധികം ഡീപ്പൊന്നും ഇല്ലാത്തൊരു ബാസ്ക്കറ്റാണ്. ഇത് നമുക്ക് എല്ലാ ഷോപ്സിലും അവൈലബിൾ ആണ്. ഇതുപോലത്തെ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ആമസോണിലും അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3 സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് മീഡിയം സൈസ് ബാസ്ക്കറ്റാണ്. അപ്പം അതിലാണ് ഞാൻ എൻ്റെ ഹാമ്പർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒരു ബബിൾ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ തെർമോക്കോളിൻ്റെ ഒരു പീസ് വെച്ച് കൊടുത്താലും മതി. ലൈക്ക് നമ്മൾ ഇതിൽ വയ്ക്കുന്ന സാധനങ്ങൾക്ക് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഇതുപോലത്തെ നമ്മൾ പോംപോമിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഗ്ലിറ്ററി പേപ്പർ ഉണ്ട്. അപ്പോൾ അത് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ ഇതൊരു ക്രിസ്മസ് തീമൊക്കെ വരാൻ വേണ്ടിയിട്ട് ഗ്രീനും റെഡും ആയിട്ടുള്ള കുറച്ച് ഈ ഒരു ഗ്ലിറ്ററി പേപ്പേഴ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും ഓപ്ഷനിൽ മാത്രമാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു 2 ഗ്ലിറ്റർ പേപ്പേഴ്സും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചപ്പോൾ തന്നെ നല്ലൊരു ക്രിസ്മസിൻ്റെ തീമായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഓരോരോ ഐറ്റംസ് വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ വെച്ച് കൊടുക്കുന്നത് ഒരു സ്പാർക്ക്ലിംഗ് വൈനാണ്. അപ്പം ഇതിലുള്ള ഈ ഒരു ഹാമ്പറിൽ വെക്കുന്ന ഐറ്റംസൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഇത് ആക്ച്വലി ഇതെനിക്കൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിലേക്ക് അവർ പറഞ്ഞ ഐറ്റംസാണ് ഞാനിപ്പോൾ ഇതിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പം വൈന്, പിന്നെ ഒരു പ്ലം കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു പ്രീമിയം ക്വാളിറ്റി പ്ലം കേക്കാണ്. അപ്പം അത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ബ്രൗണീസും കുക്കീസും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ബ്രൗണിയാണ്, പക്ഷേ ഇതിൻ്റെ മുകളിലും ഇത് ഓരോരോ സെപ്പറേറ്റ് പീസസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇത് ഈ ഒരു പേപ്പറിന് സിലോഫൈൻ പേപ്പർ എന്ന് പറയുക. അപ്പോൾ ഈ ഒരു പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ട് ജസ്റ്റ് ഒരു ബൗ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു ക്രിസ്മസ് തീം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഓരോരോ കസ്റ്റമൈസേഷൻ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഐറ്റംസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചോക്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് ലിൻഡിൻ്റെ, പിന്നെ ഒരു കസ്റ്റമൈസ്ഡ് ഡയറി വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കസ്റ്റമൈസ്ഡ് ക്യാപ്പും ഒരു പെന്നും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ്സും കൂടെ വെച്ചിട്ട് ഞാൻ ഈ ഒരു ഹാമ്പർ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ലൈക്ക് ക്യാൻഡി കെയിനും അതുപോലെ തന്നെ ഒരു ഫെറാറോ റോച്ചറും പിന്നെ കുക്കീസും വെച്ച് കൊടുക്കുന്നുണ്ട്. ക്രിസ്മസ് തീമിൽ കസ്റ്റമൈസ് ചെയ്തെടുത്ത കുക്കീസാണ്. അപ്പം അതും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു ഹാമ്പറിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ ഒരു ഹാമ്പർ എങ്ങനെ കവർ ചെയ്ത് എടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഹാമ്പറിൻ്റെ ഉള്ളിലുള്ള ഐറ്റംസൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഹാൻഡിലിൻ്റെ മുകളിൽ ഒരു ഹാങ്ങിങ് ജസ്റ്റ് ഒരു ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്, മേരി ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ ഒരു ഗ്ലിറ്റർ പേപ്പറും കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടെ ഒരു ക്രിസ്മസ് തീമിലോട്ട് വരട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പം ഇതൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇതൊക്കെ ഒഴിവാക്കാവുന്നതാണ്. അപ്പം ഇതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കവർ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സിലോഫൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേപ്പറാണ്. ഇത് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുന്ന, ലൈക്ക് നമ്മൾ ചോക്ലേറ്റിലൊക്കെ കവർ ചെയ്തിട്ടൊക്കെ കിട്ടുന്നൊരു പേപ്പറാണ്. ഇതും നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ലിങ്കും ഞാൻ ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. അപ്പം വേണ്ടവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു പേപ്പറിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് ഈ ഒരു ഹാമ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ 4 ഭാഗത്തു നിന്നും, അതായത് എല്ലാ പൊസിഷനിൽ നിന്നും ഇതിൻ്റെ ആ ഒരു പേപ്പർ നമ്മൾ കയ്യിലെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ആ ഒരു ഹാൻഡിലിൻ്റെ മിഡിൽ പോർഷനായിട്ട് പിടിച്ചു വെക്കണം. ഇതിങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ എല്ലാ സൈഡിലും പേപ്പേഴ്സും നല്ലപോലെ ലെവൽ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ മുകളിലൊരു ബൗ കിട്ടുന്ന പോലെ, ലൈക്ക് ഒരു ഫ്ലവർ ഉള്ള പോലെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്ത് വെക്കാം. എന്നിട്ട് ഒരു റിബൺ വെച്ചിട്ട് നല്ലപോലെ ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. ഞാനിപ്പോൾ ഒരു റെഡ് റിബൺ വെച്ചിട്ട് ജസ്റ്റ് നല്ലപോലെ നല്ല ടൈറ്റിൽ വേണം അവിടെ കെട്ടാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചതൊക്കെ ലൂസായി പോകും. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ട് അവിടെ കെട്ടി വെക്കണം.
ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പേപ്പർ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തിട്ട് ലൈക്ക് ഒരു ഫ്ലവർ പോലെ ആക്കിയിട്ട് കുറച്ച് മുകളിലായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ലൈക്ക് ഒരു 10 സെൻറ്റിമീറ്റർ വിട്ടതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ലൊരു ഫ്ലവർ പോലെ അത് സെറ്റ് ചെയ്യുക. അപ്പോഴാണ് നമ്മളെ ഹാമ്പറിന് നല്ല ലുക്ക് ഉണ്ടാവല്. ഇതിപ്പോൾ ഞാൻ നല്ലൊരു ഫ്ലവർ പോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ബാക്കി വന്ന പോർഷൻസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ല ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു റിബൺ കെട്ടിയെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗവും പിന്നെ കുറച്ച് ഹാങ്ങിങ്സൊക്കെ സെറ്റാക്കാനുണ്ട്. അപ്പോൾ ഞാൻ ബൗ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈഡായിട്ടുള്ള റിബണാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു റിബണ് നമ്മൾ ഈ ഒരു 4 വിരലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു 5 പ്രാവശ്യം അല്ലെങ്കിൽ 6 പ്രാവശ്യം ഇതുപോലൊന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് ഒരു റിബണ് കെട്ടിക്കൊടുക്കുക. നമ്മൾ ഇതിൻ്റെ മിഡിൽ പോർഷനിലെ റിബണ് കെട്ടുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒരു കട്ടിട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഫോൾഡ് ചെയ്ത് വെച്ച റിബണ് ജസ്റ്റ് കയ്യിൽ ലെവൽ ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുക. എന്നിട്ടൊരു സിസർ വെച്ചിട്ട് 2 എഡ്ജിലും ഒന്ന് ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക. ലൈക്ക് ഒരു കോണ് പോലെ ചെറുതായിട്ടൊന്ന് കട്ടിട്ട് കൊടുക്കുക. ഓവർ കട്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ബൗ ഫുൾ പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പോർഷനിലാണ് നമ്മൾ ബാക്കിയുള്ള റിബൺ കെട്ടിക്കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ റിബൺ എടുത്തിട്ട് അതിൻ്റെ നടുവിൽ 2 നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ബൗ പോലെ ആയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ സൈഡിൽ നമ്മൾ നേരത്തെ ലെയറായിട്ട് മടക്കി വെച്ച് ആ ഒരു റിബണൊക്കെ ഒന്ന് വിടർത്തി കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു റിബണായിട്ട് മാറും. ഇനി ഈ ഒരു കെട്ടി വെച്ച റിബണിൻ്റെ താഴിലായിട്ട് ഇതുപോലൊരു ട്രയാങ്കിൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു നല്ല ഭംഗി ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബൗ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതുപോലെയാണ് ബൗ ഉണ്ടാവുക കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ കൂടെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഐറ്റംസ് ഞാൻ വെക്കുന്നുണ്ട്. ലൈക്ക് ഒരു താങ്ക് യു കാർഡും പിന്നെ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഓർഡറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത്. അപ്പം എൻ്റെ ഇവൻറ്റ് ചെയ്യുന്ന ഇത് ഇവൻറ്റിൽ നിന്നാണ് ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി ചെയ്യുന്നത്. എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻറ്റി ദോഹ എന്നാണ് പേര്. അപ്പം അതിൻ്റെ ഒരു കട്ടൗട്ടും ഇതുപോലൊരു ടാഗും പിന്നെ ഈ ഒരു നമുക്ക് ഓർഡർ തന്നവരെ ഒരു നെയിമൊക്കെ വെച്ചിട്ട് ഒരു താങ്ക് യു കാർഡും മേരി ക്രിസ്മസ് എന്നുള്ള ഒരു താങ്ക് യു കാർഡും ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ അറ്റാച്ച് ചെയ്യാൻ നോക്കുക. ഇത് ജസ്റ്റ് ഒരു A4 ഷീറ്റിൽ തിക്കായിട്ടുള്ള A4 ഷീറ്റിൽ പ്രിൻ്റ് എടുത്തിട്ടുള്ളതാണ്. അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ മോഡലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് പിൻട്രസ്റ്റ് നിന്നാണ്. ഇനി ഞാനിത് കെട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു റെഡ് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ത്രെഡ് ഞാൻ എത്രയാണോ പീസ് നമുക്ക് ആവശ്യമുള്ളത് അത്ര പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ടാഗിലേക്ക് കെട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ത്രെഡ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഹാഫ് ആക്കി വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇതുപോലെ 2 പീസ് വരുന്ന ഭാഗം ഈ ഒരു ഹോളിലേക്ക് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അപ്പുറത്തെ സൈഡിൽ ആ ഒരു ഹോളിലേക്ക് കൂടെ ഇതിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടാഗ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ ഈ ഒരു ഇവൻറ്റിൻ്റെ കാർഡ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പം ഇനി ഇത് നമ്മുടെ ഉണ്ടാക്കി വെച്ച ബൗവിൻ്റെ കൂടെ ഒരുമിച്ച് സെറ്റാക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഡെക്കറേഷൻ ബ്യൂട്ടിഫിക്കേഷനുള്ള കുറച്ച് ഐറ്റംസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബോൾസും പിന്നെ കുറച്ച് ബെൽസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ലൈക്ക് നമ്മൾ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റംസാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഹാമ്പർ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതൊക്കെ ഞാൻ ഇവിടെ തന്നെയുള്ള അൻസാർ ഗാലറി എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ നമ്മൾ യൂസ് ചെയ്ത സെയിം ത്രെഡ് വെച്ചിട്ട് ഈ ഒരു ബെല്ലും ബോളും ഒരുമിച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു ഐറ്റംസ് എല്ലാം കൂടെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഹാമ്പറിൻ്റെ ആ ഒരു റിബൺ കെട്ടിയ സ്ഥലത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ലൈക്ക് ഞാനൊരു എക്സ്ട്രാ റിബൺ വെച്ചിട്ട് നമ്മൾ നേരത്തെ കെട്ടാൻ യൂസ് ചെയ്ത സെയിം റിബൺ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് ഈ ഒരു ബോളും ബെല്ലും താങ്ക് യു കാർഡും ഇവൻറ്റിൻ്റെ കാർഡൊക്കെ വെച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബൗവും കൂടെ ഇതിൻ്റെ കൂടെ സെയിം റിബൺ വെച്ചിട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട്. നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ടൈറ്റായിട്ട് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എക്സ്ട്രാ വരുന്ന റിബണൊന്നും അതിൽ വിസിബിൾ ആവില്ല. സെയിം കളർ തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പം നമ്മൾ ഹാമ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കി എക്സ്ട്രാ വരുന്ന റിബണിൻ്റെ പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള ബൗവും ഹാമ്പറും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ഹാമ്പറിൻ്റെ ഒരു ടോട്ടൽ ലുക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും യൂസ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.